ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും, നമസ്കാരം. ഇന്ന് നമ്മളെ വീടിന്റെ അടുക്കളപ്പണിയിലാണ് കേട്ടോ. അപ്പൊ അടുക്കളപ്പണി എന്ന് പറഞ്ഞാല് നമ്മള് അടുക്കളയില് റാക്കുകൾക്കൊന്നും ഡോറ് വെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ നമ്മള്. അപ്പൊ ഇപ്പോഴാണ് കേട്ടോ നമ്മള് ഡോറ് വെക്കണത്. നമ്മളെ വീടിന്റെ ഹൗസ് വാമിങ് കഴിഞ്ഞിട്ട് 6 വർഷം കഴിഞ്ഞു കേട്ടോ. ഇപ്പോഴാണ് നമുക്ക് ഇതിന് ഡോറ് വെക്കാനൊക്കെ പറ്റിയിട്ടുള്ളത് കേട്ടോ. അപ്പൊ നമ്മളെ വീട്ടിൽ നിന്ന് 3 പണിക്കാരുണ്ട് കേട്ടോ. നല്ല ഫാബ്രിക്കേഷന്റെ പണിയിലാണ് കേട്ടോ ഇവര് ആലത്തൂർ പടി ഉള്ളതാണ് കേട്ടോ. പണി അവരുടെ ഓഫീസും പിന്നെ അവരുടെ എല്ലാം ആലത്തൂർ പടിയിലാണ് കേട്ടോ ഇവര്. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇവരുടെ നമ്പർ ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളോട് കമന്റിലൂടെ ഒന്ന് ചോദിക്കണം കേട്ടോ. ഞങ്ങൾ അടുക്കളൊക്കെ ഇഷ്ടപ്പെട്ട നിങ്ങൾക്ക് നമ്പർ വേണമെങ്കിൽ നിങ്ങൾ കമന്റിലൂടെ ചോദിക്കണം കേട്ടോ. അപ്പൊ ഞങ്ങൾ തരും കേട്ടോ നമ്പർ. അപ്പൊ നമ്മൾ അടുക്കളുടെ മോൾ ഭാഗമൊക്കെ കഴിഞ്ഞിട്ടുണ്ടോ, ഷീറ്റ് ഇടല് കുറച്ച് ഭാഗം കൂടി ഉണ്ട് കേട്ടോ മുകളിൽ ഷീറ്റ് ഇടാൻ വേണ്ടിയിട്ട്. അപ്പൊ മുകൾ ഭാഗമൊക്കെ ഏകദേശം ഫിനിഷ് ആക്കിയിട്ടുണ്ട് കേട്ടോ ഇതിന്റെ മുകളിൽ ഒരു കവറുണ്ട്, ആ കവറിനൊക്കെ ചീന്തെടുത്താൽ മതി കേട്ടോ. അപ്പൊ നമ്മളെ ഡൈനിങ് ഹാളിലാണ് കേട്ടോ എല്ലാ സാധനവും വെച്ചിട്ടുള്ളത്. മോളുണ്ട് കേട്ടോ, മോൾക്ക് സ്കൂളൊന്നുമില്ല, മോള് അവരുടെ കൂടെ ഇത് ആഘോഷം നടക്കുകയാണ് കേട്ടോ. എല്ലാ സാധനങ്ങളും ഡൈനിങ് ഹാളിൽ വെച്ചിട്ട് നമുക്ക് നടക്കാനൊന്നും സ്ഥലമില്ല കേട്ടോ ഇവിടെ. അപ്പൊ നമ്മൾ അടുക്കളപ്പണി ഏകദേശമൊക്കെ ഷീറ്റൊക്കെ മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ ഒരു വർക്കേരിയിലാണ്ടോ ചെയ്യണത്. വർക്കേരിയത്തെ ഷീറ്റൊക്കെ മാറ്റിയിട്ടുണ്ട് കേട്ടോ. നമുക്കിവിടെ ഈ ഷോക്കേസുകൾ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഈ പാത്രങ്ങൾ വെക്കാനുള്ള സാധനമാണ് കേട്ടോ ഇത് 2 സ്റ്റെപ്പായിട്ടാട്ടോ ഉണ്ടാക്കണത്. രണ്ട് സ്റ്റെപ്പിൽ 2 പാത്രങ്ങളായിട്ടും പിന്നെ മുകളിൽ നമുക്ക് സ്പൂണ്, കയ്യില് അങ്ങനത്തെ സാധനങ്ങൾ വെക്കാനും താഴെ പ്ലേറ്റുകൾ വെക്കാനൊക്കെ ഉണ്ടത്. അപ്പൊ ഇതാണ് നമ്മളുടെ അടുക്കളുടെ മുകൾ ഭാഗമാണ് കേട്ടോ ഈ ഷീറ്റൊക്കെ മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോഴത്തെ മോഡൽ ഷീറ്റാണെന്നൊക്കെ പറഞ്ഞിട്ടോ കൊടുത്തിട്ടുള്ളത്. നമ്മൾ ഇതിന്റെ ഈ ഭാഗമൊക്കെ ഇതിന്റെ ഷീറ്റ് മാത്രമേ ഉള്ളൂ കേട്ടോ മാറ്റിയിട്ട്. പിന്നെ ഈ നമ്മൾക്ക് പാത്രം വെക്കാനുള്ളതാണ് കേട്ടോ ഇത്. അപ്പൊ എനിക്ക് ഈ അടുക്കള ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്തിട്ട് നമ്പർ ചോദിക്കണം കേട്ടോ ഞങ്ങളുടെ അടുത്ത്. എങ്ങനെ ഉണ്ട് എന്നൊക്കെ ഒന്ന് പറയണം കേട്ടോ. എന്താണ് ഇപ്പോഴത്തെ മോഡലാണ്, ഇപ്പോഴത്തെ ട്രെൻഡിങ് ആണ് ഈ പാത്രം വെക്കണത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ താഴെ നമ്മുടെ ബേസിൻ ഉണ്ട് കേട്ടോ. അപ്പൊ ഇത് കഴുകിയിട്ട് നമുക്ക് ഇങ്ങനെയുണ്ട് വെച്ചാൽ മതി കേട്ടോ. പാത്രം വെള്ളം ആയാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇതൊക്കെ നമ്മളെ സാധനങ്ങളൊക്കെ വെക്കണതാണ് കേട്ടോ. നമ്മളെ വീട്ടിലത്തെ സാധനങ്ങളൊക്കെ ഇതിലിട്ടിട്ട് അടച്ചു വെച്ചാൽ ഒരു കുഴപ്പമില്ല. പിന്നെ ഇത് നമ്മളെ മിക്സി ജാറ് ഇതൊക്കെയാണ് ഇതിൽ വെക്കണത്. പിന്നെ ഇവിടെ കുറച്ച് പാത്രങ്ങളും പ്ലേറ്റുകളും അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. അപ്പൊ നമ്മളെ അടുക്കള ഫിനിഷ് ആയിട്ടോ. പിന്നെ വർക്കേരിയുടെ ഷീറ്റൊക്കെ മാറ്റി വേറെ ഷീറ്റ് ഇട്ടിട്ടുണ്ട്, ഗോൾഡൻ കളർ ഷീറ്റ് തന്നെ ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മളിതിൽ പാത്രം വെക്കുമ്പോൾ നമ്മൾ കഴുകി ഉണങ്ങിയതിന് ശേഷം വെക്കുന്നതാണ് നല്ലത് കേട്ടോ. ഇത് യൂസ് ചെയ്തൊക്കെ എല്ലാവർക്കും പറയണ്ടുണ്ടോ, ഒക്കെ തരുമ്പ് പൊടിക്കും അല്ലെങ്കിൽ. അപ്പൊ ഉണങ്ങിയിട്ട് വെക്കുന്നതാണ് നല്ലതെന്ന് നമ്മളിത് ഉപയോഗിച്ചല്ല കേട്ടോ പറഞ്ഞിട്ടുള്ളത്, ഇവരല്ല കേട്ടോ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ പാത്രങ്ങളൊന്നും കൂടുതലൊന്നും വെച്ചിട്ടില്ല കേട്ടോ ഇതില്. പിന്നെ ഇത് നമ്മളെ കിച്ചണിൽ പൊടികളും മസാലപ്പൊടികളും മല്ലി, മുളക് അങ്ങനത്തെ സാധനങ്ങളൊക്കെ വെക്കുന്നതാണ് കേട്ടോ. അപ്പൊ എല്ലാം നമ്മളുടെ ചുമരുമ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ എനിക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടോന്ന് പറയാം കേട്ടോ നിങ്ങള്. അപ്പൊ ഇതൊക്കെയുണ്ട് നമ്മുടെ അടുക്കള വിശേഷം. അപ്പൊ ഈ അടുക്കള ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നിങ്ങൾക്ക് നമ്പർ വേണമെങ്കിൽ ഞങ്ങൾക്കൊരു കമന്റ് ചെയ്ത് നമ്പർ ചോദിക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ അടിക്കണം. ഓക്കെ, ബൈ, അസ്സലാമു അലൈക്കും.